വീണ്ടും പത്തനംതിട്ടയിലേക്ക് നമ്മൾ നേരത്തെ കണ്ടു. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ഒരു കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണത്. തണ്ണിത്തോട് മേൽക്കണ്ടത്തെ പറമ്പിലെ കിണറ്റിലാണ് 2 വയസ്സുള്ള കുട്ടിയാണ് വീണത്. ഇപ്പോൾ ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വീണ്ടും നമുക്ക് തണ്ണിത്തോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ലൈവാണോ? ടി വി ഒക്കെ വർത്താണ്. അടുത്ത നിതിൻ തോമസ് തുടരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. നിതിൻ, ഈ രക്ഷാപ്രവർത്തനം ഏത് ഘട്ടം വരെ എത്തി? ഈ നനഞ്ഞ മണ്ണായിട്ടൊക്കെയാണ് കാണുന്നത്. അത് എത്രത്തോളം ശ്രമകരമാണ് കിണറിന്റെ മതിലിടിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? അത്യാവശ്യം ആഴമുള്ള ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ ഈ കിണറിന്റെ ചുറ്റുഭാഗവും ഇടിച്ച് ആനയ്ക്ക് കയറി പോകാനുള്ള ഒരു പാത ഒരുക്കണം. കുട്ടി ആനയായതുകൊണ്ട് തന്നെ, അതായത് ഏകദേശം 2 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു കുട്ടി പിടിയാനയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ടൊരു പാത ഒരുക്കിയെങ്കിൽ മാത്രമേ ഇതിന് ഈ കിണറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റും ഈ കിണറിന്റെ ചുറ്റും ഇടിച്ച് ഒരു പാത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് പാത ഇടിച്ച്, അതായത് കിണറിടിച്ച് പാത ഒരുക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിലൊരു കാട്ടാന കിണറ്റിൽ പെട്ടിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ഇന്നലെ രാത്രിയായിരിക്കും ഒരുപക്ഷെ ഈ കാട്ടാന ഈ കിണറ്റിൽ അകപ്പെട്ടത്. കൂട്ടത്തോടും പോയിട്ട് ഈ പ്രദേശവാസികളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലായത് കാട്ടാന കുടുംബം ഒരുമിച്ച് കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഈ ആനക്കുട്ടി വീണതാകും. കാരണം ഈ കിണറിന് ചുറ്റും അതിലോ കാര്യങ്ങളൊന്നും തന്നെയില്ല. വലിയൊരു പറമ്പിൽ ഒരു തോട്ടത്തില് അതിന്റെ ആവശ്യം ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ ഈ കിണറിന് സ്വാഭാവികമായിട്ടും ചുറ്റും കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാവാം ഈ കുട്ടിയാന ഇതിൽ വീണത്. പുലർച്ചെ ഈ പ്രദേശത്ത് എത്തുമ്പോൾ അവിടെ ആനകൾ തമ്പടിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിലെത്തിയ ആനകളാകാം. അങ്ങനെ വീണ് പുലർച്ചെ അറിഞ്ഞു. പിന്നീട് വനപാലകരൊക്കെ എത്തി, വനവകുപ്പിലും പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ അവിടേക്ക് എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് കൊണ്ടുവന്ന് ആനക്കുട്ടീനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാത ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയാനയ്ക്ക് കയറി പോകാൻ സാധിക്കും. പാത ഒരുക്കി കഴിഞ്ഞാൽ ഈ കുട്ടിയാനയെ പടക്കം പൊട്ടിച്ചോ വല്ലതും ഈ കുട്ടിയാനയെ ഈ കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് വനപാലകർ പ്രതീക്ഷിക്കുന്നത്. ശരി, അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ ആനക്കുട്ടി രാത്രി വീണതാണെന്നാണല്ലോ പറയുന്നത്. അത് ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് മനസ്സിലാകുന്നത് അത് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാണും. കാരണം രാത്രി മുതൽ ഈ കിണറ്റിനുള്ളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഭക്ഷണം കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. ഒപ്പം ഈ കിണറ്റിൽ വെള്ളമുള്ള കിണറല്ലോ, ശൂന്യമായി കിടന്ന കിണറാണ്. അതുകൊണ്ട് തന്നെ വെള്ളമില്ല. അതിന് കുടിക്കാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ കാണും. പക്ഷേ ഈ കുട്ടിയാന ഈ കിണറ്റിനുള്ളിൽ നിന്ന് നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ കിണറ്റിനുള്ളിൽ നിന്ന് തീന്നും എടുക്കുന്നതും ഒക്കെ ഉണ്ട്. അതായത് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാം എന്നുള്ള ഒരു പരിശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഈ ആന. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പാത ഒരുക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഈ ആനയെ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വനപാലകരും പ്രതീക്ഷിക്കുന്നത്.
അതിനാൽ തന്നെയാണ് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ഈ പാത ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, ഇടിച്ച് പാത ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പാത ഒരുക്കിയതിനു ശേഷം മാത്രമാകും ഈ കുട്ടിയാനയ്ക്ക് കയറി പോകാൻ സാധിക്കുക. ഓരോ തണ്ണിത്തോട് മേക്കണ്ണം എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപിയാചാര്യയുടെ തോട്ടമാണിത്. ആ പറമ്പിലാണ് ഇത്തരത്തിലൊരു ഉപയോഗശൂന്യമായ കിണറുണ്ടായിരുന്നതും ഈ കുട്ടിയാന വീണതും. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഈ കുട്ടിയാനയുടെ നിലവിളിയൊക്കെ, ആനയുടെ ശബ്ദം കേട്ട് അവിടുത്തെ പ്രദേശവാസികൾ അവിടേക്ക് എത്തി നോക്കുന്നത്. ആ സമയത്താണ് ഈ ആന ഈ കിണറ്റിൽ പെട്ടുകിടക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് മറ്റു ആനകൾ തമ്പടിച്ചിരുന്നത് കൊണ്ടിട്ടാണ് പ്രദേശവാസികൾ ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത്. അതായത് ഇന്നലെ രാത്രിയിലായിരിക്കാം ഈ കുട്ടിയാന, ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ആയിരിക്കാം ഈ കുട്ടിയാന മറ്റ് കാട്ടാന കൂട്ടത്തോടൊപ്പം അവിടേക്ക് എത്തിയതും ഈ കിണറ്റിലകപ്പെട്ടു പോയതും. അപ്പോൾ ഈ പ്രദേശവാസികൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രദേശത്ത് ഒന്നാകെ കാട്ടാന ശല്യമുണ്ട് എന്നുള്ളത്. കൂട്ടമായിട്ടും ഒറ്റയ്ക്കുമൊക്കെ എത്തി കൃഷി നശിപ്പിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാട്ടാനകൾ എത്തുകയും ഇവിടുത്തെ കൃഷികൾ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും ുള്ള കാര്യം നമ്മളോട് പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ട് എത്തിയ ഒരു കാട്ടാനക്കൂട്ടത്തിലെ കുട്ടി പിടിയാനയാണ്. ഏകദേശം 2 വയസ്സ് മാത്രമായിരിക്കാം ആ പ്രായം എന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. അത്രയും മാത്രം ചെറിയൊരു കുട്ടി പിടിയാനയാണ് ഈ കിണറ്റിനുള്ളിൽ അകപ്പെട്ടു പോയത്. നിതിൻ, നേരത്തെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഈ കുട്ടിയാനയുടെ തള്ളയാനയും സമീപത്തുണ്ടായിരുന്നു, അതിനെ മാറ്റിയിട്ടാണ്. ഇപ്പോഴും പ്രദേശത്ത് ഈ ആനക്കൂട്ടത്തിന്റെ രാത്രി വന്ന ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ടോ, അതോ പൂർണ്ണമായും അവ അവിടെ നിന്ന് പോയി കഴിഞ്ഞോ? ഇപ്പോൾ ഈ പ്രദേശത്തൊട്ടാകെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആളുകളും ഒക്കെ തമ്പടിച്ചിരിക്കുന്നതിനാൽ സമീപത്ത് ഒന്നും തന്നെ കാട്ടാനയുടെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രദേശത്തൊന്നും തന്നെ കാട്ടാനില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു കുട്ടിയാന ഈ ഇത്തരത്തിൽ ഇതിനുള്ളിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ അതിന്റെ ആനയോ അല്ലെങ്കിൽ മറ്റു കൂട്ടത്തിലുള്ള ആനകളോ ആ പ്രദേശത്ത് ഉണ്ടാകാനുള്ള സാധ്യത തൽക്കാലനാകില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് പറഞ്ഞത്. രാത്രി അവിടേക്ക് എത്തുമ്പോൾ ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആനകൾ പ്രദേശത്ത് സംഭവിച്ചിരുന്നു. ഒരുപക്ഷെ ആരും വരുന്നില്ല അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു രീതിയായിരിക്കാം ഈ ആനകൾ അവിടെ തമ്പടിച്ച് നിന്നത്. അപ്പോൾ പിന്നീട് ഈ പ്രദേശത്ത് ആകെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും പ്രദേശവാസികൾ എത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരുടെ ശബ്ദവും കാര്യങ്ങളും ഈ വണ്ടികളുടെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ ആനകൾ ആ പ്രദേശത്ത് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് അല്പം മാറി നിൽപ്പുണ്ടാവും. ഈ ആനക്കുട്ടി രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് ഒരു പക്ഷെ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഉണ്ടാവാം ആന. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചുറ്റളവിൽ ഇപ്പോൾ നിലവിൽ ആനകൾ തമ്പടിച്ച് നിൽപ്പില്ല. പക്ഷെ ആ പ്രദേശത്ത് ആനകൾ തമ്പടിച്ച് നിന്നിരുന്നു പുലർച്ചെ.